ഇപ്പോൾ വരുന്ന വാർത്തയിലേക്ക് പോകാം. കോഴിക്കോട് ബീച്ച് ഹോസ്പിറ്റൽ വളപ്പിൽ പ്രവർത്തിക്കുന്ന ജില്ലാ വെക്ടർ കൺട്രോൾ യൂണിറ്റിന് നേരെ ആക്രമണം. പ്രധാന വാതിലുകൾ തകർത്തു. ഓഫീസിനകത്തും നാശനഷ്ടങ്ങളുണ്ട്. പ്രാണിജന്യ രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിന് പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുന്ന വിഭാഗമാണ് വെക്ടർ കൺട്രോൾ യൂണിറ്റ്. ആക്രമണത്തിന്റെ കാരണം വ്യക്തമല്ല. ദീപക് മലയമ്മ ചേരുന്നു നമുക്കൊപ്പം. ദീപക് മലയമ്മ, ഗുഡ് മോർണിംഗ്. ആരാണ് ഈ ആക്രമണത്തിന് പിന്നിൽ? ചില്ലൊക്കെ തകർത്തിട്ടുണ്ടല്ലോ. ഗുഡ് മോർണിംഗ് സുജയ. ആരാണ് ഈ ആക്രമണത്തിന് പിന്നിൽ എന്നുള്ളത് സംബന്ധിച്ച ഒരു വ്യക്തത ഈ ഒരു ഘട്ടത്തിൽ ഇല്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെ രാത്രി 7 മണിയോട് കൂടിയാണ് എന്നുള്ളതാണ് അനുമാനിക്കുന്നത്. ഈ ഒരു വെക്ടർ കൺട്രോൾ യൂണിറ്റിൻ്റെ പ്രധാന കവാടം ഈ കാണുന്ന രീതിയിൽ അതിൻ്റെ ചില്ലുകളൊക്കെ അടിച്ച് തകർത്തിട്ടുണ്ട്. ഇതിനകത്ത് കയറി ഇനി ഏതെങ്കിലും തരത്തിലുള്ള മോഷണമൊക്കെ നടത്തിയിട്ടുണ്ടോ എന്നുള്ളത് സംബന്ധിച്ച വ്യക്തതയില്ല. പോലീസ് നിലവിൽ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. പോലീസിൻ്റെ പരിശോധനകൾ നടക്കുന്നുണ്ട്. CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ചതിന് ശേഷമേ ആ ഒരു വ്യക്തതയിലേക്ക് എത്താൻ കഴിയൂ എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കോഴിക്കോട് ജില്ലയിൽ തന്നെ ജില്ലാ ആശുപത്രി എന്നുള്ള നിലയിൽ പ്രവർത്തിക്കുന്ന ബീച്ച് ആശുപത്രിയുടെ തൊട്ട് മുൻപിൽ അതിൻ്റെ കവാടത്തിനോട് ചേർന്ന് കിടക്കുന്ന ഒരു മേഖലയിലാണ് ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. പക്ഷേ ആ സമയത്ത് ഇവിടെ ജീവനക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. അവർ പ്രതിരോധ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി പുറത്തേക്ക് പോയതായിരുന്നു. അതുകൊണ്ട് അത്തരത്തിൽ പരിക്കേൽക്കുന്ന സാഹചര്യമൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. പക്ഷേ ആരാണ് ചെയ്തതെന്നും കണ്ടെത്താൻ അതുകൊണ്ട് കഴിയാതെ പോയി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനിയിപ്പോൾ പോലീസ് CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചതിന് ശേഷം മാത്രമേ ആ പ്രതിയിലേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടാവുകയുള്ളൂ. നേരത്തെയും ഇവിടെ സമാനമായ രീതിയിൽ ഒരു മോഷണ ശ്രമം ഉൾപ്പെടെ അരങ്ങേറിയിട്ടുണ്ടായിരുന്നു. അതിൽ ആ സംഭവവുമായി ബന്ധപ്പെട്ട് ആ പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ പിന്നീട് ആരാണ് ഇത്തരത്തിൽ ആക്രമണം നടത്തിയത് എന്നുള്ള പരിശോധന പോലീസ് നടത്തുന്നുണ്ട്. വൈകാതെ തന്നെ പ്രതിയിലേക്ക് എത്താൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. അല്പസമയത്തിനകം തന്നെ മറ്റു തരത്തിലുള്ള പരിശോധനകൾ ഇവിടെ നടക്കുകയും ചെയ്യും. സുജയ. ഓക്കെ, വിവരങ്ങൾ നൽകിയത് ദീപക് മലയമ്മയാണ്. ആക്രമണത്തിന്റെ കാരണം വ്യക്തമല്ല. ഓഫീസിനകത്തും നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. തിരിച്ചെത്താം.